ബലിയാത്രയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇസ്ഹാക്കിന്റെ ബലി. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാം അധ്യായം 25-ാം തിരുവചനം പറയുന്നു, അവനോടൊരു ബലിപീഠം പണിയുകയും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുകയും അവിടെ കൂടാരം അടിക്കുകയും ചെയ്തു. ഇസ്ഹാക്ക് ബലിയർപ്പിച്ചപ്പെടാം. അവന്റെ ഒത്തിരി സമൃദ്ധിയുടെ മധ്യ ദൈവം അനുഗ്രഹിച്ചു. കന്നുകാലികളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവന്റെ കൃഷിയെയും ഒക്കെ അനുഗ്രഹിച്ച് അവനെ സമൃദ്ധമാക്കപ്പെടണം ബലിയർപ്പിക്കുക. ദൈവമായ കർത്താവിനോട് പറയുന്നുണ്ട്, നിന്റെ പിതാവായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിനക്ക് ഒത്തിരി സന്തതികളെ നൽകുകയും ചെയ്യും എന്നുള്ള സന്തോഷ വാർത്ത അറിയുമ്പോഴാണ് അവൻ കർത്താവിന് ബലിപീഠം പണിത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് കൂടാരം വസിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് ബലിപീഠങ്ങൾ നിർമ്മിക്കാം, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ബലികൾ അർപ്പിക്കാം, അവിടെ കൂടാരം അടിച്ചു പാർക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും.